നമസ്കാരം. അങ്ങനെ തന്നാണ്ടത്തെ സംസ്ഥാന കേന്ദ്ര ബഡ്ജറ്റുകൾ രണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് ബഡ്ജറ്റുകൾ തമ്മിലുള്ളൊരു തുലനം ഇവിടെ നോക്കുകയും ഇനി NDA ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റാണോ ജനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത്, LDF ഭരിക്കുന്ന കേരളത്തിൻ്റെ തനത് ബഡ്ജറ്റാണോ ജനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് എന്നുള്ള ഒരു തർക്കമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതൊരു തുലനം ചെയ്യുന്നതിനോ അല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ രണ്ട് ബഡ്ജറ്റുകളും ശരാശരി ഇന്ത്യൻ പൗരന്മാർക്ക് എന്തൊക്കെ സഹായങ്ങൾ നൽകുന്നു, കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെ സഹായം നൽകുന്നു, സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിട്ട് ഈ ബഡ്ജറ്റുകൾ ഏത് തരത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്നതെന്നുള്ള അന്വേഷണമാണ് ഞാൻ നടത്തുന്നത്. സംസ്ഥാന ബഡ്ജറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേറ്റ ആ ആഘാതം മറയ്ക്കുന്നതിന് വേണ്ടി നിർലോഭം കുറേയധികം വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു സംസ്ഥാന ബഡ്ജറ്റ് എന്ന് പറയാം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകളെ അമ്പരിപ്പിച്ചത് ഒരുപക്ഷെ ഒരു വലിയ ഗിമ്മിക്കാണ്. പ്രധാനമായിട്ടും കോളേജ് തല വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായിട്ടും ഫീസ് ഇളവുകൾ നൽകും എന്നുള്ളതാണ് ആ ഗിമ്മിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത. ഒരുപക്ഷെ ഒരു മൊബൈൽ ഫോണിന്റെ പോലും വിലയില്ല ഒരു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ മേഖലയിൽ പഠിക്കുന്ന ഒരു ഉപരിപഠന വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന ഫീസിന്. അപ്പം ഫീസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയുടെ തനത് ചെലവ് എന്ന് പറയുന്നത് 55 ലക്ഷം കോടി രൂപയാണ്. ഫീസിൽ നിന്നും ശേഖരിക്കുന്നതാകട്ടെ 400 ലക്ഷത്തിലധികം കോടി രൂപ മാത്രമാണ്. അപ്പം ഏകദേശം നമുക്ക് വേണ്ട ചെലവിന്റെ 1% മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ 1% മാറ്റിവെച്ചാൽ മതിയല്ലോ എന്നുള്ള ധാരണയാകും ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. അതാണ് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ലീഗ് ആയാലും ഇവരൊക്കെ ഇന്ന് സ്ട്രാറ്റജിസ്റ്റുകളായി മാറിയിരിക്കുകയാണ്. അതായത് ടെക്നോക്രാറ്റ് സെല്ലുകൾ, മറ്റ് വിവിധ IT സെല്ലുകളൊക്കെ ചേർന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചൂട്ടി ഉറപ്പിച്ചിട്ട് ധനകാര്യ വകുപ്പിനെ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ അവരാണ് നൽകുന്നത് ഇത്തരം പ്രലോഭനങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു തുക കൊടുത്തുകൊണ്ട് പഠിക്കുന്ന സർക്കാർ മേഖലയിലെ ഉപരിപഠനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആ ഫീസ് നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ പോലും അതൊരു വലിയ ആശ്വാസകരമായ ഒരു സേവനമായി തുടർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന വാഗ്ദാനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഈ ഓട്ടോറിക്ഷകൾ നൽകും എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കാലത്തിന് മുമ്പേ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ഇടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടുപടിക്ക് പോകുന്ന റോഡിൽ ഈ ഓട്ടോറിക്ഷയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. കാലങ്ങളായിട്ട് പൊടിയടിച്ച് കിടക്കുന്ന വാഹനങ്ങളുടെ ഒരു നിര നമ്മൾ പോയി മലനാട് TV പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഇറക്കുവാനായിട്ട് വൈകുന്നത്? അവർക്ക് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള ഈ പറയുന്ന പോലെയുള്ള സാങ്കേതികപരമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുന്നതിന് അന്ന് മുഖം തിരിച്ചു നിന്ന സർക്കാരുകളാണ് ഇന്ന് ഈ ഓട്ടോറിക്ഷ നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികളെ സഹായിക്കാൻ വരുന്നു എന്ന് പറയുന്നത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു വികസിത രാജ്യമാകേണ്ട രാജ്യത്തിനെ പിടിച്ച് ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയുവാൻ ഇന്ന് ഈ രണ്ട് സംസ്ഥാന കേന്ദ്ര ബഡ്ജറ്റുകൾക്ക് ആയിട്ടില്ല എന്ന് വേണം എൻ്റെ വിലയിരുത്തൽ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ എത്രത്തോളം വിഭവങ്ങളുള്ള മേഖലയാണ് നമ്മുടെ സംസ്ഥാനം. ഒരുപാട് ഇപ്പം ഒരു കാലത്ത് നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, ഇവിടെ പെയ്യുന്ന മഴയുടെ ജലം കുപ്പിയിൽ നിറച്ച് വിറ്റാൽ പോലും കേരളത്തിന്റെ പ്രതിശീർഷ കടം തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ റിസോഴ്സുകൾ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മളുടെ ഇൻലാൻഡ് വാട്ടർ റിസോഴ്സുകൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ രാജ്യത്തെ ചെറിയ വെസലുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. കേരളത്തിൽ തന്നെ ട്രാൻസേഷ്യ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരിക്കലും ഒരു വെസൽ നിർമ്മിച്ചു, ചെറിയൊരു കപ്പൽ നിർമ്മിച്ചു. അതിന് ഫ്ലാഗ് നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ക്രൂഷ്യൽ മരണങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ഒടുവിൽ പാരലൈസ്ഡ് ആയിപ്പോയി. കപ്പൽ നിർമ്മിച്ച പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അന്നാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അന്ന് അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞാണ്, ഗുജറാത്തിൽ നിന്ന് ഒരു ടാങ്കർ ലോറി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഗ്യാസോ അല്ലെങ്കിൽ മറ്റ് കണ്ടെയ്നറുകളോ കയറ്റി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് യാത്ര ചെയ്യുന്നതിന്റെ 10-1 പോലും ഡീസൽ ചെലവാകില്ല ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പ് വെസൽ ഇൻലാൻഡ് വാട്ടർ സർവീസുകൾ പ്രയോജനപ്പെടുത്തിയാലെന്ന്. നമ്മളുടെ കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങൾ അവിടെ ഉള്ള ആഴത്തിനനുസൃതമായിട്ടുള്ള ചെറിയ വെസലുകൾ നിർമ്മിച്ച് അത് ഈ പറയുന്ന പോലെ നമ്മളുടെ വിഴിഞ്ഞം പോർട്ട് വരെ കണക്ടിവിറ്റി നൽകിയാൽ മാത്രം മതി നമ്മളുടെ റോഡിലെ
പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ, പലപ്പോഴും ഉണ്ടാകുന്ന ടാങ്കർ അപകടങ്ങൾ, കണ്ടെയ്നർ ലോറി ആക്സിഡന്റുകൾ, റോഡിന്റെ ഇപ്പോഴത്തെ ദുർബല അവസ്ഥകൾ, ഇതൊക്കെ മാറുകയും ചെയ്യും. അതിന് നമ്മളുടെ ഒരു സജഷനാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. മാത്രമല്ല പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളുടെ ഗുഡ് സർവീസും കൂടെ ഇൻലാൻഡ് വാട്ടർ പോസിബിലിറ്റികൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ മാറ്റം രാജ്യത്തിന് തന്നെ ഉണ്ടാകും. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ക്രമീകരിക്കുന്നു, അതിനൊരു ഇടനാഴി വരെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിനെ ഗൗരവമായിട്ട് അത് കണ്ടിട്ടില്ല. അതുപോലെ ഒരു റെയിൽവേ കോറിഡോർ കേരളത്തിന് ലഭിച്ചില്ല. തമിഴ്നാടിന് 2 റെയിൽവേ കോറിഡോർ ലഭിച്ചതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. കാരണം കേരളത്തിന്റെ 3-4 മടങ്ങ് വിസ്തൃതിയുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിന് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പറയുന്നത് പോലെ കർണാടക അല്ലെങ്കിൽ പിന്നെ കാസർഗോഡ് മുതൽ ഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തലസ്ഥാനം വരെ എത്തുന്നതിന് വേണ്ടി ഒരു നല്ല സ്പീഡുള്ള ഒരു ട്രെയിൻ വന്നാൽ, വന്ദേ ഭാരത് തന്നെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ജനങ്ങൾ യാത്ര ചെയ്തെന്നറിയാം. അത് വന്നാൽ ആവേശമായിരുന്നു. ഈ ഒരു ബഡ്ജറ്റിൽ ഞങ്ങളെ അവഗണിച്ചതിൽ അതിർത്തിയുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മളുടെ ധാതു മണൽ കോറിഡോറിനെ കുറിച്ചാണ്. എന്ത് മനോഹരമായ ആശയമാണെന്നറിയാം. ഈ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്ര സത്യമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുള്ള പിന്നെ കന്യകാ വനങ്ങൾ എന്ന് പറഞ്ഞൊരു വനമുണ്ട്. കന്യകാ വനങ്ങൾ, അതായത് മനുഷ്യന്റെ കാൽപാദം സ്പർശിച്ചിട്ടില്ലാത്ത വന ഭൂമിയുള്ള സ്ഥലമാണ് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളാണ് പറയുന്നത്. അങ്ങോട്ടൊന്നും ആരും കയറ്റി വിടത്തില്ല. ഇപ്പം പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ മേൽനോട്ടത്തിലുള്ളപ്പോൾ അവിടെ കമ്പകം പോലുള്ള നല്ല തടികളുണ്ട്. ബ്രിഡ്ജൊക്കെ പണിയുന്നതിന് ഏറ്റവും നല്ല തടിയാണ് കമ്പകം. അതുപോലെ വളരെ വളരെ വൈശിഷ്ട്യമുള്ള ഒരുപാട് വന സമ്പത്തുകളുണ്ട്. ഒപ്പം ആഫ്രിക്കൻ വൻകരകളിൽ നിന്നുള്ള ഒരു ധാതു നിക്ഷേപത്തിന്റെ വാല് വന്ന് കിടക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഖനനം ചെയ്താൽ സ്വർണവും വജ്രവും കിട്ടുന്ന രീതിയിലുള്ള. അപ്പൊ ഇത്തരം മൂല്യങ്ങൾ, ധാതു മൂല്യങ്ങൾ ഖനനം ചെയ്തോ കള്ളത്തരത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടീഷുകാർ പല സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇന്ന് കോർപ്പറേറ്റുകൾക്ക് കേരളത്തിലെ മണ്ണിന്റെ ധാതുവും മറ്റു സമ്പത്തും പുഷ്ടിപ്പെടുത്തുന്നതിനും ഖനനം ചെയ്യുന്നതിനും കൊള്ളയടിക്കുന്നതിനും ഒരു ദേശീയ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കരിമണൽ ഖനനം നടത്തിയ കർത്തയൊക്കെ ഇവിടെ കോടിക്കണക്കിന് രൂപ കിമ്പളം കൊടുത്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ സഹായിക്കുമ്പം ഇതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 2 ജില്ലകളിൽ, അതായത് കൊല്ലം ജില്ലയുടെ 2 പഞ്ചായത്തുകൾ ഇന്നില്ല. ആ പരിമണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അവിടുത്തെ തുരുത്തുകളൊക്കെ കാർന്നെടുത്തിരിക്കുകയാണ്. കരിമണ്ണൽ ഖനനം നടത്തുന്നതിനൊന്നും നമ്മൾ എതിരല്ല. അത് ഈ നമ്മുടെ കടലിന് ഉള്ളിലോട്ട് പോയ ഖനനം നടത്തിയാൽ കുഴപ്പമില്ലല്ലോ. ഇത് കരയിലേക്ക് കവർന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. കേരളത്തിനടിയിൽ ഒരു നീല ധാതുണ്ട്. ഇപ്പൊ കരിയാണ്, കറുത്ത ധാതുവിന് വേണ്ടിയാണ് മണൽ ഖനനത്തിനുവേണ്ടി കോറിഡോർ ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കറങ്ങി തിരിഞ്ഞു വരുന്നത് നമ്മളുടെ കേരളത്തിന് അടിയിലുള്ള നീല ധാതുവിന്റെ കണ്ടെത്തലാണ്. ഒരുപക്ഷെ ഒരു അക്വസിഷൻ നടപടി വേണ്ടി വരും. ആ നടപടി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പണം കൊടുത്തുകൊണ്ട് മാറ്റാൻ ഈ മുഴുവൻ 3 കോടി ജനങ്ങളെ മാറ്റാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ മറ്റേ സാമാനമൊക്കെ പൊട്ടിച്ചു വിട്ടാൽ പോരെ മുല്ലപ്പെരിയാർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിഷ്പ്രയാസം നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം അങ്ങ് പോവുകയും ഇന്ത്യ ഈ പറഞ്ഞ പോലെ സിംഗപ്പൂർ പോലെ വികസിത രാജ്യമായി മാറുകയും ചെയ്യും. അത് നമുക്ക് പിന്നീട് കാണാം. പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് GDP വർധനം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, GDP വർധനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കാരണം പ്രധാനമായിട്ടും നമ്മളുടെ മാധ്യമങ്ങൾ ഈ നിർമ്മലാ സീതാറാമന്റെ ഈ ബഡ്ജറ്റ് അവതരണം ആഘോഷമാക്കി മാറ്റി. എത്ര നേരം അറിയോ? കുറച്ചു നേരം, മോർ ദാൻ ഒരു 2.5 മണിക്കൂർ വരെ നീണ്ടു നിന്ന ഒരു 4-5 മണിക്കൂർ ദൈർഘ്യമുള്ള നിർമ്മലാ സീതാറാമന്റെ ബഡ്ജറ്റ് അവലോകനം ആദ്യം ഭയങ്കരമായിട്ട് ഫസ്റ്റ് എന്നുള്ള നിലയിൽ, ഞങ്ങളാണ് ഫസ്റ്റ് എന്നുള്ള നിലയിൽ എല്ലാവരും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബഡ്ജറ്റ് അവലോകനവും നിർമ്മലാ സീതാറാമന്റെ ബഡ്ജറ്റ് അവലോകനം കാണുകയും ദൂരദർശനെ സമീപിക്കേണ്ട ഒരു ഗതികേടിലാണ് പ്രേക്ഷകർ. ഇപ്പം മലനാട് ടി വി പൂർണ്ണമായിട്ടും ആ ബഡ്ജറ്റ് നൽകിയിരുന്നു. കാരണം ബഡ്ജറ്റിന്റെ പകുതി വരെ വന്നപ്പോഴത്തേക്ക് കേരളത്തിന് കിട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അവർക്ക് ബഡ്ജറ്റ് വേണ്ട. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബഡ്ജറ്റിനെ സംബന്ധിച്ച് മറ്റു ബഡ്ജറ്റിനെ കുറിച്ചുള്ള നിലപാടുകളും വിലയിരുത്തലൊന്നും വേണ്ട. കേരളത്തിന് ഈ പറഞ്ഞ പോലെ ആമയും തേങ്ങയും ഒക്കെയാണ് കിട്ടിയതെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം കയ്യിൽ കിട്ടിയതോടുകൂടി ഡിബേറ്റ്, ചർച്ചകളൊക്കെ തുടങ്ങുകയാണ്. സാങ്കേതിക വിധത്തിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ചകളാണ്. അതിലെനിക്ക് കുറച്ച് സന്തോഷമുള്ളത് ഇത്തവണത്തെ റിപ്പോർട്ടർ ടിവിയുടെ ചർച്ച കുറച്ച് വേറിട്ട് നിന്ന ശൈലിയായിരുന്നു. ഒരു 50ഓളം പേര് ഒരു ഹാളിൽ സംഘടിപ്പിച്ചിട്ട് ഒരു നല്ല ക്രമീകരണത്തോടു കൂടി ബഡ്ജറ്റ് അവലോകനം നടത്തുന്നത് കണ്ടു. അപ്പൊ അതില് പേരോർക്കുന്നില്ല, ഒരു പിന്നെ എന്താണ് സാമ്പത്തിക വിദഗ്ധൻ ഈ GDP കുറിച്ച് പരാമർശിക്കുന്നത്. GDP എന്ന് പറയുന്നത് വളർന്നു,
രാജ്യം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഹാളിനുള്ളിൽ നമ്മൾ 50 പേരുണ്ട്. ഈ 50 പേർക്കും 1000 രൂപ വെച്ച് പോക്കറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ ആ GDP ഈസ് ഈക്വൽ ടു 10,000 റുപ്പീസ്. ഈ 1000 രൂപയും ഇനി അരുണിന്റെ പോക്കറ്റിലാണെന്ന് പറഞ്ഞാലോ? ഈ 50,000 പേരുടെയും പോക്കറ്റിൽ ഇരിക്കുന്ന 1000 രൂപ, 50,000 രൂപ അരുണിന്റെ പോക്കറ്റിലാണ്. അവിടെയും GDP ഈസ് ഹൈ എന്ന് പറഞ്ഞാൽ അതാണ് അവിടെയാണ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് GDP വർധനവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരത്തുന്നത്. അതായത് ചില പോക്കറ്റുകളിൽ മാത്രം നിറയുന്നു. അംബാനിയുടെ അദാനിയുടെ പോക്കറ്റിൽ നിറയുന്ന പണം വെച്ചിട്ട് മാനദണ്ഡമാക്കിയല്ല ഇന്ത്യൻ GDP അളക്കണത്. പെർ ക്യാപിറ്റ ഇൻകം വളരുന്നുണ്ടോ എന്ന് നോക്കണം. ഓരോ ശരാശരി ഈ പറയുന്ന 150 കോടി ജനങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണത്തിനെ വിലയിരുത്തിയിട്ട് വേണം GDP വർധനമല്ല, പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം രാജ്യത്ത് എത്ര ശതമാനം കൂടുന്നുണ്ട്, ഒരു ശരാശരി ഇന്ത്യൻ പൗരന് എത്ര രൂപ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യയിലേക്കുള്ള കടന്നുവരവ്. പലരും ഇപ്പൊ ഇങ്ങേറ്റം വന്നിട്ട് നമ്മുടെ CJ റോയിയുടെ ആത്മഹത്യയാണ് ഇപ്പൊ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയിലേക്ക് കൂടുതൽ രാജ്യത്തെ ആളുകൾ കടന്നു വരും. 150 കോടി ജനസംഖ്യ 100 കോടിയിൽ എത്തിക്കുവാനായിട്ട് ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞതിന്റെ കൂട്ട് ജനസംഖ്യ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് നമ്മളുടെ ജനപ്പെരുപ്പം കുറയ്ക്കുന്നതിന് വേണ്ടി ഗ്ലോബൽ ആയിട്ടുള്ള ചില കുടുംബക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിന് ഹോസ്പിറ്റലുകളിൽ തന്നെ ഒരു മരണം നിശ്ചയിച്ചാൽ മരണത്തിന്റെ റെക്കോർഡ് നടത്തി കഴിയുമ്പോൾ ഒരു മരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതൊക്കെയാണ് നമുക്ക് വ്യക്തമല്ലാത്ത അറിവുകൾ വന്നിരുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സൂചിപ്പിക്കുമ്പോൾ 1000 അല്ലെങ്കിൽ 150 കോടി ജനങ്ങളുള്ള രാജ്യത്ത് അമിത വേഗതയിൽ അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഇത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളൊരു കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ ഈ സാധാരണക്കാരനായിട്ടുള്ള ഇപ്പൊ നമ്മള് 3 തട്ടിലേക്കാണ് ജനങ്ങളെ കടന്നത്. സമ്പത്ത് ഉള്ളവർ, ഇടത്തരക്കാർ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ. അതിൽ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഇത് 2 ഗണങ്ങളായിട്ട് മാത്രം ഇപ്പോൾ ഒതുങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ്? അതിസമ്പന്നരായിട്ട് തന്നെ നിലനിൽക്കും. ഇടത്തരക്കാർ ഒന്നുകിൽ അവരുടെ കയ്യിലെ സംവിധാനങ്ങളൊക്കെ വെച്ച് ഉപയോഗപ്പെടുത്തി അതിസമ്പന്നരായിട്ട് അവർ പോകും. അവർ നൽകുന്ന അല്ലെങ്കിൽ അവർ ഇടപെടുന്ന ബിസിനസ്സിൽ പരാജയം വന്നാൽ അതിദാരിദ്ര്യ രേഖയിലേക്കും അവർ വീഴും. ഇടത്തരക്കാരുണ്ടാകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇന്ന് ഏത് സാധനം എടുത്താലും 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ലോണ് കിട്ടും. സിബിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതിരുന്നാൽ എത്ര കോടി വേണമെങ്കിലും നിങ്ങൾക്ക് ലോണ് കിട്ടും. അപ്പൊ നമുക്ക് ഈ ലോൺ തരാൻ വേണ്ടി അപ്പൊ വാഹനങ്ങളാകട്ടെ, ഇനി ഗാർഹിക ഉപകരണങ്ങളാകട്ടെ, വീടാകട്ടെ, വസ്തു എന്ത് വേണേലും ലോൺ കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു. ഈ ലോണുകൾ നൽകുകയും അമിതമായ പലിശ ഈടാക്കുകയൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അമിതമായ മോഹങ്ങൾ നൽകി കാറും ഈ പറയുന്ന ആഡംബര സൗധങ്ങളും ഒക്കെ അവൻ പണിയിപ്പിച്ചു കഴിഞ്ഞിട്ട് മുറിയെ പണിയെടുത്താൽ തീരത്തില്ല ഇവന്മാരുടെയൊക്കെ ഈ പലിശയുടെ പലിശയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട്. അങ്ങനെ വന്ന് ഒരു കാലത്ത് ഇത് അവിടെ സ്റ്റക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഈ ആത്മാഭിമാനം കൂടുതലുള്ളവരാണ് ഇന്ത്യൻ ജനത. അതിൽ ഏറ്റവും കൂടുതലുള്ളവരാണ് മലയാളികൾ. അവര് പിന്നെ കാണുന്നത് ഈ പറയുന്നത് പോലെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അഭയം തേടുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഒരു കൂട്ടരുണ്ട് അതിസമ്പന്നരായിട്ട് വളരെ വേഗത്തിൽ വന്നു. ഇപ്പൊ 20 വർഷം കൊണ്ട് ഉള്ള ഒരു ചെറിയ സ്പാനിൽ 8000 കോടിയിലധികം രൂപയുടെ സമ്പത്ത് ഉണ്ടാക്കിയ ആളാണ് CJ റോയ്. ഈ CJ റോയിയുടെ ഇപ്പോഴത്തെ മരണം പലരും പലതരത്തിലൊക്കെയാണ് ഇപ്പം സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളാണല്ലോ അവിടുത്തെ നിയമപാലകരെക്കാളും ജുഡീഷ്യറികളൊക്കെ തീരുമാനം എടുക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. അപ്പൊ അവരിൽ ചിലര് പലതരത്തിലുള്ള വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. CJ റോയി വെടിവെച്ച് സ്വയം മരിച്ചതാണ്, അതല്ല CJ റോയിയെ ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നതാണ്, ഇനി മറ്റുള്ള ആരെങ്കിലും കൂടെ നിന്നിട്ട് തങ്ങളുടെ പേര് വരാതിരിക്കാൻ വേണ്ടി CJ റോയിയെ ദൂരെ നിയന്ത്രിത റിമോട്ട് ഉപകരണം കൊണ്ട് സ്വന്തം പോക്കറ്റിൽ കിടന്ന റിവോൾവർ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നെഞ്ചിൽ വെടിവെച്ച്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം പോയിട്ട് ഇനിയിപ്പം അടുത്തായിട്ട് കേൾക്കുന്നത് ആയുധ കച്ചവടത്തിൽ കെങ്കെങ്ങനായിരുന്നു CJ റോയി. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ ചില വമ്പൻ കൊമ്പന്മാരെയൊക്കെ പുറത്ത് പറയാതിരിക്കുവാൻ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സ്വയം എരിഞ്ഞടങ്ങിയതാണ് CJ റോയി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 20 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരാൾ 8000 കോടിയിലധികം രൂപയുടെ ആസ്തിയിലേക്ക് എത്തുകയും ഒരു 10 അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികം പേർക്ക് ജീവിതം ഉപാധിയാകുകയും ചെയ്യുന്നു, സ്വയം ഉപാധിയാകുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ ഈ പറയുന്ന ബഡ്ജറ്റുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. രാജ്യത്ത് എത്ര ബിസിനസ്സുകാർ, രാജ്യത്ത് എത്ര ഓൺട്രപ്രണേഴ്സ് ഈ CJ റോയിയെ പോലെ വളർന്നു വരുന്നുണ്ട്.
ഇന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമാണ്. ഇന്നലെ ഒരു നവസംരംഭകൻ കടന്നു വന്നിട്ട് കുറച്ചു കാലമായി അദ്ദേഹം ഒരു മര്യാദയ്ക്കുള്ള ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഉയർച്ചയിലേക്കാണ് ആ ശ്രേണി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് മലനാട് ടിവിയുടെ ഇപ്പോഴത്തെ സ്പോർട്സ് ലീഗിന് ഒരു പരസ്യത്തിന് വേണ്ടി സമീപിച്ചു. അദ്ദേഹം പറഞ്ഞത്, ജയേഷ്, നമ്മളൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഉയർന്നുയർന്ന് സീജറുടെയൊക്കെ തട്ടത്തിലേക്ക് എത്തുമ്പോൾ കണ്ണിൽ കരടായി മാറുകയും ഉദ്യോഗസ്ഥന്മാർ വട്ടമിട്ട് പിടിക്കുകയും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതിനു പകരം അത്യാവശ്യം ജീവിക്കാനുള്ള സകല സംവിധാനങ്ങളിലേക്ക് എത്തുക. അതിനുശേഷം കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് കേരളത്തിലല്ല തമിഴ്നാട്ടിലെങ്ങാനും പോയി കൃഷി ചെയ്ത് ജീവിച്ചാൽ കർഷകർ എന്നുള്ള മേഖലയിൽ കേരളം നൽകുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് തമിഴ്നാട് ഗവൺമെന്റ് നൽകുന്നു എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. നോക്കണം, ഒരു നവസംരംഭകന് വേണ്ടി ഇന്നത്തെ ഇന്ത്യൻ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിർമ്മല സീതാറാം വകയിരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കാർഷിക മേഖലയിലേക്ക് കൃഷിക്കാരെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സംരംഭകരെയാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വ്യക്തമായി ഒരു തമാശയുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഈ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിൽ 1000 കോടി നിക്ഷേപിക്കുന്നവർക്ക് 100 കോടിയുടെ പാരിതോഷികം പറയുന്നുണ്ട്, ടാക്സ് എക്സംഷൻ. അപ്പൊ എന്തായാലും അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത 6 മാസം കഴിയുമ്പോൾ വരുന്ന ഇലക്ഷനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പറയുന്നുണ്ട് പ്രവർത്തന മൂലധനം വേണം. അപ്പൊ ഈ പറയുന്നത് പോലെ കേന്ദ്ര ഭരണം കൈയാളുന്ന NDP-യുടെ ഈ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ അതിന് ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. ഇത്തരം കാര്യങ്ങളിൽ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇന്ത്യയിലെ ശരാശരി ബിസിനസ്സുകാരെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നത്? പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് പോസ്റ്റർ അടിച്ചു തരണം, ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കുറച്ച് സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തലചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കണ്ടിട്ടുണ്ട് പലരുടെയും മുമ്പിൽ. ഇന്നങ്ങനല്ല. നിന്റെ പെർ ക്യാപിറ്റ ഇൻകം എത്ര, നിന്റെ മൂലധനത്തിന്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന നിന്റെ ടേൺ ഓവർ എത്രയാണ്, അതിന്റെ 50% പാർട്ടി ഫണ്ടിലേക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നത്. 500 കോടിയൊക്കെയാണ് ഈ പറയുന്ന പോലെ IT ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്നുള്ളൊരു വാർത്ത, നിഷേധിക്കാൻ പറ്റാത്ത വാർത്തകൾ കടന്നു വരുന്നുണ്ട്. അതിന് വേറൊരു കാര്യങ്ങൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് മാത്രം വേറെ എപ്പിസോഡ് ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മളുടെ വാർത്ത കടന്നുപോയതിന് തൊട്ട് പിറകെ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ IT ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യമായിട്ട് കേരളത്തിൽ കേസ് കൊടുത്ത ഒരാൾ ഞാനാണ്. എൻ്റെ കയ്യിൽ നിന്നും അവർ പണം സ്വീകരിച്ചതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്, കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. കേരളത്തിലെ പല മാധ്യമങ്ങളെ സമീപിച്ചു. എല്ലാ മാധ്യമങ്ങൾക്കും IT ഉദ്യോഗസ്ഥരെ ചൊറിയാൻ പേടിയാണ്. മലനാട് ടിവിക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എല്ലാ മാധ്യമങ്ങൾക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലേ, ഈ ബിസിനസ്സുകാർ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് കളവ് നടത്തുന്നതല്ല. കാരണമുണ്ട്. ഈ ഹാർഡ് ഏൺ മണിയാണ്. ആരുടെ ആയാലും ഈ ഹാർഡ് ഏൺ മണി എന്ന് പറയുന്നത് സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും IT ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ശീതീകരിച്ച ഓഫീസുകളിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പം ഈ പറയുന്ന റോയിയൊക്കെ ഉണ്ടാക്കിയത് വലിയ 8000 കോടി രൂപയുടെ ആസ്തി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കണ്ണു മഞ്ഞളിക്കുന്ന സംഭവം. പക്ഷേ 16 മണിക്കൂറിലേറെ ഉറങ്ങാതെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്വന്തം തലയിലേറ്റി രാപകലന്തിയോളം ഈ പറയുന്ന ലക്ഷക്കണക്കിന് തൻ്റെ ആൾക്കാരെ അവരെ നിയന്ത്രിച്ചും അവരെ ശകാരിച്ചും അവരെ സ്നേഹിച്ചും അവരെ കൊണ്ട് പണിയെടുപ്പിച്ചും സമ്പന്നനായ ആളാണ് ഈ പറയുന്ന CJ റോയ്. അപ്പൊ അയാൾ ഹാർഡ് ഏണായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പണത്തിൽ നിന്നും നിന്നെ പിടിച്ച് അകത്തിട്ട് കളയും. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു 500 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് തരണം, അല്ലെ ഇവിടേക്ക് തരണം എന്ന് ആവശ്യപ്പെടാൻ ഒരു എളുപ്പമില്ലാത്ത ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് ഈ ജനാധിപത്യ ഇന്ത്യയിൽ. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന നികുതി സംവിധാനങ്ങൾ അമെൻമെന്റ് ചെയ്യേണ്ട, അമെൻമെന്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിർമ്മല സീതാറാം പറഞ്ഞിരിക്കുന്നു, ഈ കാലങ്ങൾക്ക് ഇത്രയുമുള്ള നികുതി വ്യവസ്ഥകൾ ലളിതമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താണോ നികുതിയുടെ കാര്യത്തിൽ ലോ അമെൻമെന്റ് ചെയ്യുന്നത്, നിയമനിർമ്മാണ സഭയിലിരുന്നും പാർലമെന്റിലിരുന്നും ബില്ലുകൾ പാസ്സാക്കുമ്പോൾ ഞങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. അതിന്റെ ഡീപ്പ് കീ നോട്ടായിട്ട് നമുക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ ആ നിയമത്തെ മനസ്സിലാക്കി തരുവാൻ നിങ്ങൾക്ക് കഴിയണം. അതല്ലാതെ ഈ പറയുന്നത് പോലെ കോടികളുടെ വരവ് വരുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ഗവൺമെന്റിലേക്ക് എത്രയാണ്, ഏതൊക്കെ TDS, ഏതൊക്കെ GST, ഏതൊക്കെ IT കെട്ടണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് പലപ്പോഴും അഭ്യൂഹങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള 2 മാധ്യമങ്ങളാണ് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും കേരള വിഷനും, KCL, കേരള കേബിൾ ലിമിറ്റഡ്. ACBയുടെ ഒരു കണക്ടിവിറ്റിക്ക് നമുക്ക് ഒരു പ്രതിമാസം നമ്മൾ ബില്ല് അടയ്ക്കുന്നത് 300+ GST ആണ്.
ACVയുടെ കണക്ഷൻ നമുക്ക് നൽകുന്നത് പ്രാദേശിക മേഖലയിൽ നിൽക്കുന്ന കേബിൾ ഓപ്പറേറ്ററാണ്. ACVയുടെ ബില്ലിൽ റെസിപ്റ്റിലാണ് നമ്മളിൽ നിന്ന് ഈ പണം പിരിക്കുന്നത്. പക്ഷേ ആ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ ACV എന്ന് പറയുന്ന ആ കേബിൾ ഓപ്പറേറ്റർക്ക് MSOയ്ക്ക് നൽകേണ്ട പൈസ 30 അല്ലെങ്കിൽ 50-നകത്തുള്ള ചെറിയ തുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തുക അവർക്ക് നൽകുമ്പോൾ ആ MSO ലൈസൻസ് ഉള്ള സ്ഥാപനം എന്ത് ചെയ്യും? ആ തുകയുടെ മാത്രം GST അവരടയ്ക്കും, അത് ഈടാക്കും. അതിൽ നിന്ന് ടോട്ടൽ ഈടാക്കിയിരിക്കുന്നത് 300 രൂപയുടെ GST ആണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം എത്ര ലക്ഷം ജനങ്ങളുടെ കണക്ടിവിറ്റിയാണ് ഈ രണ്ട് സ്ഥാപനവും കേരളത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ GST പ്രതിമാസം അവർ സ്വീകരിക്കുന്നുണ്ട്. അടയ്ക്കുന്നത് ഈ 50 രൂപയുടെ മാത്രം GST ആണ് അടയ്ക്കുന്നത്. അതായത് MSOയുടെ കയ്യിൽ അതേ കിട്ടുന്നുള്ളൂ, അവർ അടയ്ക്കുന്നത്. പക്ഷേ അവരുടെ ബില്ലിൽ സ്വീകരിക്കുന്നതായിട്ട് കണക്കാക്കിയിരിക്കുന്ന എത്രയാണ്? 300 രൂപ വെച്ച്. അപ്പോൾ IT അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ വന്നിട്ട് ചോദിക്കും, എവിടെ ബാക്കി GST? അതങ്ങേ അറ്റത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് താഴേക്കടയുള്ള കേബിൾ ഓപ്പറേറ്ററിന് GST അക്കൗണ്ട് ഉണ്ടാകില്ല, ഒരു രജിസ്ട്രേഷൻ ഉണ്ടാകില്ല, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർ ആ പൈസയും കൂടെ ജീവിതത്തിലേക്ക് വിനിയോഗിക്കുന്നുണ്ടാകും. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് 800-600 കോടികളൊക്കെയാണ് GST പിഴ അടയ്ക്കേണ്ട രണ്ട് സ്ഥാപനം കേരളത്തിൽ. ഇതേപോലെ ആയിരക്കണക്കിന് ബിസിനസ് സ്ഥാപനങ്ങൾ, അത് ഹോസ്പിറ്റലുകളാകട്ടെ, മാധ്യമ സ്ഥാപനങ്ങളാകട്ടെ, പ്രസ്സുകളാകട്ടെ, മറ്റ് ഇതര ബിസിനസ് സ്ഥാപനങ്ങളാകട്ടെ, ഇവരെല്ലാവരും ആയിരക്കണക്കിന് കോടികളുടെ GST അടയ്ക്കാനുള്ളപ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന ആളോഹരി കടത്തെക്കുറിച്ചും പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. സുതാര്യമായിട്ട് GST കളക്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചാൽ ഇന്ന് ഇന്ത്യയുടെ ആളോഹരി കടം എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ബഡ്ജറ്റ് അവിടെ നിൽക്കട്ടെ. കേന്ദ്ര ബഡ്ജറ്റ് 2025-26 സുപ്രധാന സവിശേഷതകൾ. കടമെടുപ്പ് ഒഴികെ ആകെ വരുമാനവും ആകെ ചെലവും യഥാക്രമം 34.96 ലക്ഷം കോടി രൂപയാണ്. അതായത് ആകെ വരുമാനം 34.96 ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് വരുമാനമുള്ളപ്പോൾ ചെലവ് എത്രയാണെന്ന് നോക്കാം. ചെലവ് വരുന്നത് 50.65 ലക്ഷം കോടി രൂപയെ കണക്കാക്കുന്നു. അപ്പൊ കേരളത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിന് ഇത് അപ്പുറത്തെ സംവിധാനമാണ്. അതായത് വരവ് സമാഹരണം എങ്ങനെയൊക്കെ ചെയ്തിട്ടും വരവ് ചെലവിനേക്കാൾ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലെ ബഡ്ജറ്റ് ലെവൽ. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അടുത്തത് അറ്റ നികുതി വരുമാനം 28.37 ലക്ഷം കോടി രൂപയായിട്ട് കണക്കാക്കുന്നു. ധനക്കമ്മി GDPയുടെ 4.4% കണക്കാക്കുന്നു. ആകെ വിപണി വായ്പ 14.82 ലക്ഷം കോടി രൂപയായിട്ട് കണക്കാക്കുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷം 11.21 ലക്ഷം കോടി രൂപ GDPയുടെ 3.1% മൂലധന ചെലവ് നീക്കി വെച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ വികസനത്തിന്റെ പ്രഥമ പ്രവർത്തന യന്ത്രമായിട്ട് ഇപ്പോൾ നമ്മളുടെ രാജ്യം കണക്കാക്കുന്നത് കൃഷിയെ ആണെന്നുള്ള തലക്കെട്ടിൽ പറയുമ്പോൾ പോലും കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമന്ത്രി ധ്യാന കൃഷി യോജന കാർഷിക ജില്ലാ വികസന പദ്ധതി, അതായത് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കുറഞ്ഞ ഉൽപാദനക്ഷമതയും മിതമായ വിള തീവ്രതയും ശരാശരിയിൽ താഴെ വായ്പാ മാനദണ്ഡങ്ങളുമുള്ള 100 ജില്ലകളെ ഉൾപ്പെടുത്തി തുടക്കം കുറിക്കുന്ന ഈ പരിപാടിയിലൂടെ 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്രാമീണ സമൃദ്ധിയും പ്രതിരോധ ശേഷിയും കെട്ടിപ്പടുക്കൽ, വൈദഗ്ധ്യം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനം എന്നിവയിലൂടെ കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ഒരു സമഗ്ര ബഹുതല പരിപാടിയിലേക്ക് തുടക്കം കുറിക്കും. ആദ്യഘട്ടത്തിൽ 100 വികസിത കാർഷിക ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പയർ വർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തത. നമ്മൾ പയർ വർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് സൗത്ത് ഇന്ത്യ ആയാലും നോർത്ത് ഇന്ത്യ ആയാലും. അതിൽ ഇന്ത്യയിൽ തന്നെ ഇറക്കുമതി ഇല്ലാതെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ കടന്നു വരുന്നത്. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചുവന്ന പരിപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പയർ വർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കായി 6 വർഷ പ്രത്യേക ദൗത്യം സർക്കാർ ആരംഭിക്കുക. അത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വയം പര്യാപ്തത ആയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഈ മേഖലയിൽ ഇറക്കുമതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത 4 വർഷം സാഫഡും NCCF-ഉം ഈ പയറുവർഗ്ഗങ്ങൾ കർഷകരിൽ നിന്ന് സംഭരിക്കും. ഇതിനി എന്തിനാ ഈ 4 വർഷം 6 വർഷമൊക്കെ താമസിക്കുന്നത്? കർഷകരിൽ നിന്നും മര്യാദയ്ക്ക് ഈ പറയുന്ന വിളകൾ സ്വീകരിക്കുകയും അവർക്ക് അന്നേരം തന്നെ അവർക്ക് ആ മൂല്യം പണമായിട്ടോ അതിൻ്റെ കാര്യങ്ങളായിട്ടോ നൽകി അവരെ ഫ്രീ ആക്കി വിട്ടാൽ ഈ പറയുന്ന കാർഷിക മേഖല സ്വയം പര്യാപ്തമാകാൻ ഇന്ത്യക്ക് ഇനിയൊന്നും കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാർഷിക മേഖലയിൽ നിങ്ങളെല്ലാം
ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ടായാലും കൃഷിക്കാരിൽ നിന്ന് നെല്ലുൽപാദകരിൽ നിന്നൊക്കെ നെല്ല് മേടിച്ചിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടും പണം തിരികെ നൽകിയിട്ടില്ല എന്ന് പറയുന്ന വേദനാജനകമായ പിന്നെ ആ ഒരു വാർത്ത കർഷകർ തന്നെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അതൊന്നും മറികടക്കാൻ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുമ്പോൾ മുതൽ വിളവ് ലഭിക്കുന്നത് വരെയുള്ള അവരുടെ പട്ടിണി മാറ്റുവാൻ മാധ്യമരംഗത്ത് നിന്നുകൊണ്ട് ആദ്യത്തെ ഒരു നിലപാടെടുത്തത് മലനാട് ടി.വിയാണ്. മലനാട് ടി.വി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടത് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ കർഷകരെ ഉൾപ്പെടുത്തുകയാണ്. സ്വന്തം സ്ഥലത്തോ പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലോ മിനിമം 1 ഏക്കറിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുന്ന കർഷകൻ അവന് കഴിക്കാനുള്ള കൃഷിയല്ല ഇറക്കുന്നത്, സ്വന്തം ഗ്രാമത്തിലെ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തെ സ്വന്തം രാജ്യത്തിന്റെ ഭക്ഷ്യ വിഭവം കൂടിയാണ് അവർ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അവനെ എന്ത് ചെയ്യണം? അവനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഈ 20 ദിവസം ഒരു മാസം തൊഴിലുറപ്പ് അവന് കിട്ടുകയാണെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങളെയും അവന്റെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയൊക്കെ അവന് സംരക്ഷിക്കുവാൻ അവന് ഡെയിലി ഒരു 290 രൂപ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കുമെന്ന് ഉള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു നിവേദനം കൊടുത്തത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഹൃദയഭേദകമായ വാർത്ത തൊഴിലുറപ്പ് പദ്ധതി തന്നെ നിർത്തലാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇനി മുന്നോട്ട് എന്തൊക്കെ വായിച്ചു എന്ന് പറഞ്ഞാലും കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരുന്നത് കൂടി ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റുകളാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം കൃഷിക്കാരിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്ന് ഈ വോട്ടല്ലാതെ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ എന്ത് ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾ ഇറക്കുമതി ചുങ്കം നേടി അത് ഇറക്കുമതി ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാട് നടത്തുമ്പോഴേ നിങ്ങൾക്ക് തരുന്ന ഇടപാടുകൾ നടത്തുമ്പോൾ ചെറിയ കിമ്പളമേ പോക്കറ്റിലേക്ക് വീഴുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് കോടികളുടെ ബിസിനസ് ടേൺ ഓവറിലേക്ക് കടന്നു വരുമ്പം ഒരു വലിയ പോക്കറ്റ് മണി എല്ലാ രാജ്യങ്ങളുടെയും തലതൊട്ടപ്പന്മാർക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഈ പിന്നെ ഇന്നത്തെ നിർമ്മലാ സീതാറാമിന്റെ ആയാലും KN ബാലഗോപാലിന്റെ ആയാലും 2 ബഡ്ജറ്റുകൾ അവലോകനം ചെയ്യുമ്പോൾ കാലങ്ങളായിട്ട് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അമർഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.